SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള താങ്കൾക്ക് മാത്രമല്ല അലോഷി ദേവർ, നിങ്ങൾ 4 പേരോടും ഞാൻ ചോദിക്കും. കാര്യം ഇവിടെ അധ്യാപക സംഘടന ആരുമില്ല. അതുകൊണ്ട് നമുക്ക് അടിയന്തരമായി അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ 2 അഭിപ്രായം കേരളത്തിൽ ആർക്കും ഇല്ല. അടിയന്തരമായി അയാളെ അറസ്റ്റ് ചെയ്യണം. അയാൾ ഇപ്പോൾ ഒളിവിലാണ്. അയാളെ പിടിക്കാനുള്ള എല്ലാ സംവിധാനവും കേരളത്തിലെ പോലീസ് ചെയ്യുന്നുണ്ടെന്നാണ് നിരന്തരമായി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. അയാൾ ഉടനെ തന്നെ പിടിയിലാവുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളിപ്പോൾ അവിടെ അഫിഡവിറ്റ് ഉൾപ്പെടെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മുൻകൂർ ജാമ്യത്തിന് നോക്കിയിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായി പോലീസിന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ മറികടന്ന് കേരളത്തിലെ പോലീസ് അയാളെ പിടിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് അടിയന്തരം പിടിക്കണം. തുടക്കം മുതൽ ഞാൻ പറഞ്ഞ എന്റെ വാദം എന്ന് പറയുന്നത് ഈ പറയുന്ന മാനേജ്മെന്റിനെ സംരക്ഷണ വലയം ഒരുക്കിയിട്ടുണ്ട്. ഈ പറയുന്ന കേരള പോലീസ് ഇവിടെ ഒളിച്ചുകളി നടത്തുകയാണ്. നോയിഡയിൽ പോയി ലോണാപ്പുകാരെ പിടിക്കാൻ പറ്റുന്ന അവർക്ക് അവരുടെ മൂക്കിൻ തുമ്പില് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഈ ആരൊരുക്കുന്നു. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ വെക്കുന്നുണ്ട്. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ അനാസ്ഥയുണ്ട്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ആ കോളേജിൽ പോയി പ്രിൻസിപ്പളിനെ നേരിട്ട് കണ്ടതാണ്. ആ സമയത്ത് പ്രിൻസിപ്പളിന് പോലും അറിയില്ല ഈ മാനേജ്മെന്റ് ആരാണെന്ന് പോലും. പ്രിൻസിപ്പളിന് ജസ്റ്റ് ഫോണിലൂടെ മാത്രം ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു എന്നാണ് പ്രിൻസിപ്പൾ പോലും പറയുന്നത്. ഇതിനു മുന്നേ വിദ്യാർത്ഥി പ്രതിനിധികളുമായിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ചർച്ച നടന്ന സമയത്ത് മറ്റുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള പ്രിൻസിപ്പാൾമാരെ കൊണ്ടുവന്ന് മാനേജ്മെന്റ് എന്നുള്ള വ്യാജേന ഇരുത്തിക്കൊണ്ട് ചർച്ച നടത്തുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു കുറിപ്പ് വന്നു. അതുപോലും ഇറക്കിയിരിക്കുന്നത് ആ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറാണ്, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ആരുമല്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇന്നലെ വന്ന് ഇവന്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു ടീച്ചർ ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ കണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് ഇട്ടേക്കുന്നത്. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരും പറഞ്ഞിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇട്ടേക്കുന്നത്. ചേട്ടന്റെ ലോൺ അല്ലെങ്കിൽ തന്നെ ഈ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്തിനാണ് ഈ 15,000 ആവശ്യം? ഇവർ എന്തെല്ലാം മറച്ചു കിട്ടിയിരുന്നാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ ഇനി അവരുടെ കുടുംബത്തിൽ ഇതേപോലെ ഒരു വേദന അവർക്കുണ്ടാവും. ഞങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് നീതി കിട്ടൂലായിരിക്കും. അവരുടെ കുടുംബത്തിൽ നാളെ ഇതേപോലെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അവർക്ക് ആ വേദന കാര്യം ഞങ്ങൾ ഇന്നും അറിഞ്ഞിട്ടില്ല. അവൻ എന്ത് പറ്റി, അവൻ എന്തിനിത് ചെയ്തു, ഞങ്ങളെ വേദന എത്രമാത്രം. ഞങ്ങൾക്ക് ചിലപ്പോൾ കൊന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ആശ്വസിക്കാം. അയ്യോ അവനെ മറ്റൊരാൾ കൊന്ന്, അവൻ ആത്മഹത്യ ചെയ്ത്, അങ്ങനെ. ഇപ്പൊ രണ്ടിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മരിച്ചതാണോ, സ്വയം എന്ത് പറഞ്ഞു? CCTV ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പാർട്ടായിട്ട് വിടുന്നുണ്ട്. നിങ്ങൾ അവിടെ വരൂ, കാണിച്ചു തരാം. ഇവിടെ നമുക്കല്ലാതെ പബ്ലിക്. എന്നിട്ട് അവർ ഞങ്ങൾ അവിടെ വിളിക്കാതെ ഞങ്ങളടുത്ത് ചോദിക്കാതെ തന്നെ അവർ മീഡിയയിലെല്ലാം ഇത് ചെയ്തു. അതിൽ വോയിസ് ഉണ്ടായിരിക്കും. വോയിസിനെല്ലാം പ്രിൻസിപ്പൾ നല്ല രീതിക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കണമുണ്ട്. ഓരോ കാര്യങ്ങളും ദളിതനായിരുന്നാലും ഇപ്പൊ ഏത് മതം ഇരുന്നാലും രാഷ്ട്രീയം ഇരുന്നാലും എന്തായിരുന്നാലും മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവര് മണ്ണില്, പിന്നെ അവർക്ക് ഭൂമിയായിട്ട് വേറെ ഒരു ബന്ധവും ഇല്ല. ഞങ്ങൾക്കിപ്പൊ അറിയേണ്ടത് അവൻ എന്ത് പറ്റി, ഞങ്ങൾക്ക് അത് അറിഞ്ഞേ പറ്റൂ. അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഞങ്ങൾ എല്ലാ ആളുകളും തലകൂപ്പി നിൽക്കുകയാണ്. മറുപടി തരേണ്ടത്, പരിഹരിക്കപ്പെടേണ്ടത് സർക്കാരാണ്. ഞങ്ങൾക്ക് എന്താണ് ആ സഹോദരിയോട് പറയാൻ കഴിയുക, ആ കുടുംബത്തോട് പറയാൻ കഴിയുക? ഇതിന് മറുപടി ഉണ്ടാവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സോടുകൂടി എല്ലാ സംഘടനകളും അവിടെ വർക്ക് ചെയ്യുന്നത്. കാര്യം അമ്മയ്ക്ക് വയ്യ, കാര്യം അമ്മയ്ക്ക് ടെൻഷൻ കൊടുക്കരുതേ എന്ന് പറഞ്ഞതാണ്. കാര്യം അവർക്ക് അമ്മയ്ക്ക് ഞരമ്പിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. കാര്യം ടെൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞതാണ്. അമ്മ ടെൻഷൻ തിന്ന് അമ്മ വിദ്യാർത്ഥികൾ പല പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഒരു 15,000 രൂപ കൊടുക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ ജീവഹൂതി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് മാത്രമേ, ഒരുപക്ഷെ ഒരാൾ അപമാനിക്കപ്പെട്ടാൽ, അയാൾ എല്ലാ അർത്ഥത്തിലും അപമാനിക്കപ്പെട്ടാൽ ജീവഹൂതി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അല്ലാതെ ഒരു 15,000 വിഷയം അതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സബ്ജക്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ന് വിശ്വസിക്കുന്നില്ല. നേരത്തെ സാറ് പറഞ്ഞു കണ്ടിന്യൂറ്റായ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന്. അതൊക്കെ പരിശോധിക്കപ്പെടണം. അതിനൊക്കെ ഇടപെടാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടില്ല എന്നുള്ളത് കുടുംബത്തിൻ്റെ ഈ സംസാരം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പരിഹാരം ഉണ്ടാവട്ടെ, അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി സമരമുഖത്ത് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും.